ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ജെറമിയ 33:12 സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യരോ മൃഗങ്ങളോ ഇല്ലാതെ ശൂന്യമായി കിടക്കുന്ന ഈ ദേശത്തും ഇതിൻ്റെ എല്ലാ നഗരങ്ങളിലും ആടുമേയ്ക്കുന്ന ഇടയന്മാരുടെ കൂടാരങ്ങൾ വീണ്ടും ഉയരും. ഈ തരിശു ഭൂമിയിൽ പച്ചപ്പ് മിഴിതുറക്കും. അത് തിന്നാൻ പൈക്കൂട്ടങ്ങളെത്തും. അതിനെ മേയ്ക്കാൻ ഇടയന്മാരുടെ ഒന്നിപ്പിടിച്ച വടികളുമായി കരുതലിൻ്റെ അടയാളങ്ങളായി ആളുകൾ ഓടിക്കൂടും. അവർക്ക് വിശ്രമിക്കാൻ കൂടാരങ്ങളും ഉണ്ടാകും. നോക്കിക്കേ, ദൈവം ഒരു കാര്യത്തെ തൊടുമ്പം 4 വശങ്ങളിലൂടെ കാര്യങ്ങൾ മാറുകയാണ്. ഇപ്പോൾ നിന്റെ സ്ഥിതി എന്താ? ആളില്ല, പേരില്ല, പ്രശസ്തിയില്ല, മൃഗങ്ങളില്ല, മനുഷ്യർ പോലുമില്ല. തീർത്തും ശൂന്യമായി കിടക്കുന്ന ഈ ദേശത്തും ഇതിൻ്റെ എല്ലാ നഗരങ്ങളിലും ചുറ്റുപാടുകളിലും ദൈവം ഒരു പ്രവൃത്തി ഇവിടെ ചെയ്യുമ്പം അത് പ്രപഞ്ചത്തെ തന്നെ ചലിപ്പിക്കുകയാണ്. അവിടുന്ന് ഒരു വീടിനെ തൊടുമ്പം അയൽക്കാരും അനുഗ്രഹിക്കപ്പെടുകയാണ്. സംഭവിക്കുന്ന എന്താണ്? ഈ ശൂന്യതയിൽ ആടുമേയ്ക്കുന്ന ഇടയന്മാരുടെ കൂടാരങ്ങൾ വീണ്ടും ഉയരും. എന്ന് വെച്ചാൽ സമൃദ്ധിയുടെ പാരമ്യം, പൂർണ്ണത പാവപ്പെട്ട എനിക്ക്, കരയുന്ന എനിക്ക്, തകർന്ന എനിക്ക്, ആയുധം വെച്ച് കീഴടങ്ങുന്ന എനിക്ക് വേണ്ടി ദൈവം സൃഷ്ടിക്കും. ഇത് ദൈവത്തിനൊട്ട് അത്ഭുതം അല്ലതാനും. ആമേൻ, ആമേൻ, ആമേൻ.